ആചാരവും വിശ്വാസവും ചരിത്രവും കലയും ഒത്തുചേർന്ന അപൂർവമായ ഒരു ഉത്സവമാണ് ഓച്ചിറക്കളി. അധിനിവേശ ശക്തികൾക്കെതിരെ ആത്മാഭിമാനം കൈമുതലാക്കിയ ജനത നടത്തിയ പടയോട്ടത്തിന്റെ സ്മരണകളിരമ്പുന്ന ഓച്ചിറക്കളിക്ക് തുടക്കമായി. വിപുലമായ ഘോഷയാത്രയോടെയാണ് ഓച്ചിറക്കളിക്ക് തുടക്കമാകുന്നത്. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ CR മഹേഷ് പങ്കെടുത്തു. 3 താലൂക്കിലെ 52 കരകളിൽ നിന്നുള്ള പടയാളികളാണ് രണസ്മരണകളുടെ കച്ചമുറുക്കി ഇവിടെ ഓച്ചിറക്കളിക്കായി എത്തുന്നത്. തലേ ദിവസം പരിചയപ്പെട്ട് മടങ്ങുന്ന പടയാളികൾ ഇന്ന് ശനിയാഴ്ച ആയോധന കലയിലെ അടവുകൾ കാട്ടി കാണികളെ വിസ്മയിപ്പിച്ചു. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറയുടെ പ്രത്യേകതയാണ് ഓച്ചിറക്കളി. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കായംകുളം വേണാട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ അനുസ്മരണമാണ് പരബ്രഹ്മ ക്ഷേത്ര പടനിലത്ത് ജനബാഹുല്യത്തോടെ നടക്കുന്നത്. ഓണാട്ടുകരയിൽ ഉൾപ്പെട്ട കാർത്തികപ്പള്ളി, മാവേലിക്കര, കരുനാഗപ്പള്ളി താലൂക്കുകളിലെ കരകളിൽ നിന്നായി 3000-ഓളം പേരാണ് ഓച്ചിറക്കളിക്ക് ഇറങ്ങുന്നത്. 30 ദിവസം വ്രതശുദ്ധിയോടെ വിവിധ കളരികളിൽ നിന്നാണ് ഇവർ പരിശീലനം തേടുന്നത്. ആശാന്മാരുടെ നേതൃത്വത്തിൽ 180-ഓളം കളരികളാണ് ഇതിനായി പ്രവർത്തിക്കുന്നത് തന്നെ. 1857 തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി മാധവറാവു സ്ഥാനമേറ്റെടുത്തപ്പോഴാണ് മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചത്. ഇപ്പോൾ അലകുകൊണ്ടുള്ള വാളും കൃത്രിമ പരിചയവുമാണ് ഉപയോഗിക്കുന്നത്. പടനിലത്തെത്തിയ പടയാളികൾ, കളരിയാശാന്മാർ, കരപ്രതിനിധികൾ, ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഋഷഭവാഹനത്തിൽ 8 കണ്ടം ചുറ്റി ഒണ്ടിക്കാവ് പടിഞ്ഞാറും കിഴക്കുമുള്ള ആൽത്തറകളിൽ പ്രദക്ഷിണം നടത്തി ക്ഷേത്രങ്ങളിൽ തൊഴുതാണ് 8 കണ്ടത്തിൽ എത്തുന്നത്. കളി കഴിഞ്ഞ പടയാളികൾ ആൽത്തറകളിലെത്തി തൊഴുത് പ്രാർത്ഥിക്കുന്നതോടെ ചടങ്ങ് അവസാനിക്കും. ഇനി നമുക്ക് ഓച്ചിറക്കളി കാണാം. Oh!